കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സമരം ചെയ്യുന്ന സിസ്റ്റർ പി.ബി. അനിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ICU പീഡന കേസിലെ അതിജീവിതയും. സമരത്തിൽ പങ്കെടുക്കാനായി അതിജീവിത മെഡിക്കൽ കോളേജിലെത്തി. ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സിസ്റ്റർ അനിത നടത്തുന്ന സമരം 5ാം ദിവസത്തിലേക്ക് കടന്നു. തന്നോട് കാണിച്ച അതേ അനീതി സർക്കാർ പി.ബി. അനിതയോട് കാണിക്കുന്നുവെന്ന് അതിജീവിത 24നോട് പറഞ്ഞു. എനിക്ക് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഞാനല്ലല്ലോ കോടതി പോയത്. അപ്പൊ സിസ്റ്ററിന്റെ ഒപ്പം നിൽക്കുക, സിസ്റ്റർക്കല്ല എല്ലാത്തിനും കൂടെ നിൽക്കുക എന്നുള്ളൂ. കാരണം സിസ്റ്റർ എല്ലാ തരത്തിലും എന്നെ സംരക്ഷിച്ചിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും സിസ്റ്ററിന്റെ കൂടെ ഉണ്ട്. പിന്നെ ഈ സർക്കാർ വലിയ ഒരു അനീതി തന്നെയാണ് കാണിക്കുന്നത്. എന്നോടും സിസ്റ്റർ ഇതുപോലെ തന്നെ എന്നോട് ചെയ്തതുപോലെ തന്നെയാണ് ഇപ്പൊ സിസ്റ്ററിനോടും ചെയ്യുന്നത്. ഒരു തരത്തില് സിസ്റ്ററും അതിജീവിക്കുക തന്നെയാണ്. മറ്റുള്ളവർ ചെയ്യുന്ന എത്രത്തോളം ഒരു ക്രൂരമായ ഒരു പ്രക്രിയയാണ് ചെയ്യുന്നതെന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതുവരെ ഒരാൾ പോലും, ഒരു സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരാളെ പോലും ഒരു മറുപടി പറയുകയോ, അല്ലെങ്കിൽ ഇത് എത്രയും ദിവസമായിട്ട് ഒരു സ്ത്രീ എന്ന നിലയിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും, അതൊക്കെ അതിജീവിച്ച് സിസ്റ്റർ ഇവിടെ ഇരിക്കുന്ന സിസ്റ്ററിന്റെ ഒരു ജോലിയുടെ ഭാഗമായിട്ടാണ്. അപ്പൊ ആ ജോലി പിടിച്ചു വെക്കാനുള്ള അവകാശം ഒരാൾക്കുമില്ല. അപ്പം ഇവിടെ കോടതിയേക്കാളും വലുതാണോ യൂണിയന്, NGO യൂണിയൻകാര് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ബാലൻ കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. മിഥില, 5ാം ദിവസമാണ് പ്രതിഷേധം. അനുകൂലമായ കോടതി ഉത്തരവുമുണ്ട്. എന്നിട്ടും എന്താണ് അധികൃതർ പറയുന്നത്? വേണു, സർക്കാർ തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ്. അതായത് DME നിന്നും നിയമനവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഈ സൂപ്രണ്ടിന് ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ പ്രിൻസിപ്പലിന് ലഭിച്ചിട്ടില്ല എന്നതുമായി ബന്ധപ്പെട്ടാണ്. ഇതിനെ തുടർന്നാണ് അനിതയെ ഈ ഒരു ജോലിയിൽ പ്രവേശിപ്പിക്കാത്തത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് 5ാം ദിവസമാണ് ഈ സിസ്റ്റർ അനിതയുടെ സമരം. ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിജീവിത കൂടി ഈ ഒരു സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. അതിജീവിതയുടെ വാക്കുകളാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. അതിജീവിത പറഞ്ഞ ഒരു കാര്യം എന്നത്, തന്നോട് എങ്ങനെയാണോ സർക്കാർ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് അനീതി കാട്ടിയത്, സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ സിസ്റ്റർ അനിതയോടും ഇപ്പോൾ സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സമരവുമായി മുന്നോട്ട് പോകും. എപ്പോൾ ഈ സിസ്റ്ററെ ജോലിയിൽ പ്രവേശിപ്പിക്കും അതുവരെ ഈ ഒരു സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് താൻ ഉണ്ടാകും എന്ന് തന്നെയാണ് അതിജീവിത 24നോട് വ്യക്തമാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഉത്തരവ് വന്നത് മാർച്ച് 1-നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് നിയമനം നൽകണമെന്ന ഹൈക്കോടതിയുടെ അനുകൂല ഉത്തരവുണ്ടായത്. എന്നാൽ അതിനുശേഷവും അവരെ ഇവിടെ പ്രവേശിപ്പിക്കാൻ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടോ അല്ലെങ്കിൽ പ്രിൻസിപ്പളോ തയ്യാറായിട്ടില്ല. അവർ പറഞ്ഞ ഒരു കാരണം എന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ DME തലത്തിൽ ഒരു ഉത്തരവ് വന്നിട്ടില്ല. എന്നാൽ നമുക്കിപ്പോൾ സിസ്റ്ററോട് തന്നെ ചോദിച്ചു നോക്കാം, എന്താണ് ഇനി സിസ്റ്ററുടെ തീരുമാനം എന്നത്. അണ്ട് സിസ്റ്ററെ, ഇപ്പം നിയമന ഉത്തരവ് ഇതുവരെ നടപ്പാക്കാൻ ആശുപത്രി സൂപ്രണ്ടോ പ്രിൻസിപ്പളോ സമ്മതിച്ചിട്ടില്ല. എന്താണ് നിങ്ങളുടെ നിലവിലെ തീരുമാനം? നിലവിൽ ഞങ്ങൾ നിയമസഹായം തേടും. അതിനോടൊപ്പം തന്നെ ഞാൻ KGNU സംഘടനയിലെ ജില്ലാ ട്രഷറാണ്. അപ്പൊ സംഘടന ഞങ്ങൾ സമര രീതികൾ ഇനി കുറച്ചും കൂടെ കടുത്ത രീതിയിലുള്ളതായിരിക്കും. കോടതി ലക്ഷ്യത്തിന് നിലവിൽ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടല്ലോ. എന്നാണ് ആ കേസ് പരിഗണിക്കുക? അത്തരം എന്തെങ്കിലും അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടോ? തിങ്കളാഴ്ചയാണ് കേസ് പരിഗണിക്കുക എന്നാണ് അറിയിപ്പ് ലഭിച്ചത്. എന്തെങ്കിലും ആരോഗ്യവകുപ്പിന് എന്തെങ്കിലും മറുപടിയോ അല്ലെങ്കിൽ ആശുപത്രി ഭാഗത്ത് എന്തെങ്കിലും മറുപടി നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? ഇല്ല, അവരെന്നും പറയുന്നത് സർക്കാർ തലത്തിൽ നിന്ന് ഒരു ഉത്തരവ് വരുന്നത് വരെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ് ഈ AO പറയുന്നത്. നമ്മൾ ഇവിടെ പ്രിൻസിപ്പളും വൈസ് പ്രിൻസിപ്പളും ലീവാണ്. വേറെ ആരും നമ്മളെ ബന്ധപ്പെട്ടിട്ടില്ല. എങ്ങനെയാണ് സമരം പുറത്തേക്ക് വ്യാപിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? എങ്ങനെയാണ് ഈ സമരം വരും ദിവസങ്ങളിൽ എങ്ങനെ കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്? അത് ഞാനല്ല തീരുമാനിക്കുന്നത്. ഞാനൊരു സർവീസിലിരിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ. സംഘടനാ ബേസിൽ മാത്രമേ നമുക്ക് സമരവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിയമ നടപടിയായി മുന്നോട്ട് പോകും. നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകും. വേണു, നിലവിൽ കോടതി അലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ആ ഒരു ഹർജി പരിഗണിക്കുന്നത് തിങ്കളാഴ്ചയാണ്. ആ ഹർജിയിൽ ഇനി എന്താണ് കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന ഉത്തരവ് എന്നതാണ് ഉറ്റുനോക്കുന്നത്. അതിനു മുൻപ് തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഏതെങ്കിലും ഒരു ഇടപെടൽ ഉണ്ടാകുമോ എന്ന ഒരു പ്രതീക്ഷയും ഇവർക്കുണ്ട്. അതേസമയം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, സർക്കാരും ഹൈക്കോടതിയെ സമീപിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഈ ഹൈക്കോടതിയുടെ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പുനഃപരിശോധനാ ഹർജി സർക്കാരും ഹൈക്കോടതി പോകും. അത്തരമൊരു പുനഃപരിശോധനാ ഹർജിയുമായി സർക്കാരും ഹൈക്കോടതിയിൽ പോകും എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഒരു നിയമ നടപടി രണ്ടു കൂട്ടരും, അതായത് സിസ്റ്റർ അനിത ഈ ഒരു കോടതി ലക്ഷ്യവുമായി ഹൈക്കോടതിയിൽ ഒടുവിൽ സമീപിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ സർക്കാരും ഇത്തരത്തിൽ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയിൽ പോകുന്നു. അത്തരത്തിൽ നോക്കുമ്പോൾ വീണ്ടും ഈ ഒരു പ്രശ്നം സങ്കീർണമാകാനുള്ള ഒരു സാധ്യതയാണുള്ളത്. എന്തുതന്നെയായാലും
സമരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സിസ്റ്റർ അനിത. നമുക്കറിയാം, കഴിഞ്ഞ വർഷം മാർച്ച് 18-നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ICUവിൽ വെച്ച് അതിജീവിത പീഡനത്തിനിരയായത്. അന്ന് അതിജീവിതയ്ക്ക് അനുകൂലമായി നിന്ന അല്ലെങ്കിൽ പിന്തുണച്ച ഒരു സിസ്റ്ററായിരുന്നു PB അനിത. അതിനെ തുടർന്ന് സിസ്റ്റർക്കെതിരെ DME തലത്തിലുള്ള ഒരു റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് ഈ അതിജീവിതയെ അന്ന് ഭീഷണിപ്പെടുത്തി, മൊഴി മാറ്റാൻ ഭീഷണിപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിൽ 5 ജീവനക്കാർക്കെതിരെ നടപടിയെടുത്തു, അവരെ ഇവിടുന്ന് സ്ഥലം മാറ്റി. ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്താനുണ്ടായ ഒരു സാഹചര്യം എന്നത് ഈ PB അനിത ഉൾപ്പെടെയുള്ള നഴ്സുമാരുടെ ഭാഗത്തുനിന്നും ഒരു സമീപനം, അതായത് അവരുടെ ഭാഗത്തുനിന്നുള്ള ഒരു നിരുത്തരവാദപരമായ ഒരു സമീപനമായിരുന്നു ഇത്തരം ഒരു ഭീഷണിപ്പെടുത്താൻ കാരണം എന്ന ഒരു റിപ്പോർട്ടായിരുന്നു DME നൽകിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു DME റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് അനിതയെ മാറ്റിയത്. ആ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ ഒരു നടപടിക്കെതിരെയായിരുന്നു ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഹൈക്കോടതി കഴിഞ്ഞ മാസം 1-ാം തീയതി അനുകൂല ഉത്തരവിട്ടത്. എന്നാൽ ഇത്ര ദിവസം കഴിഞ്ഞിട്ട് ഈ ഒരു ജോലിയിൽ അവർക്ക് തിരികെ പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ തിരികെ പ്രവേശിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുള്ള സമരമാണിപ്പോൾ 5-ാം ദിവസത്തിലേക്ക് കടന്നിട്ടുള്ളത്. വേണു. ശരി, മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.